നമസ്കാരം. ഒരാഴ്ച മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് തൃശൂർ ജില്ലയിലെ വരവൂർ ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവം. എന്തായാലും അധ്യാപകൻ മർദ്ദിക്കുന്നതിന്റെയും അതുപോലെ തന്നെ ഈ കുട്ടിയെ തെറി വിളിക്കുന്നതിന്റെയും ഒക്കെ ആ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആ വോയിസും ഒക്കെ നമ്മളൊക്കെ കണ്ടതും കേട്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ആദ്യ ദിവസം തന്നെ ഉണ്ടായി. പിന്നീട് അധ്യാപകൻ മാപ്പ് പറഞ്ഞു. എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു, പക്ഷെ എന്നെ കോമാളിയാക്കി ആ കുട്ടി എന്നോട് വളരെ മോശമായി പെരുമാറി എന്നാണ് അധ്യാപകൻ പറഞ്ഞത്. മറ്റൊരു ടീച്ചർ ക്ലാസ് റൂമിലേക്ക് കയറി വന്ന സമയത്ത് ആ ടീച്ചർ കുട്ടിയോട് ചോദിച്ചു, നീ എന്താടാ ഈ മേശപ്പുറത്ത് കയറി നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായതുകൊണ്ട് എന്നെ കോമാളിയാക്കുകയാണ് ഈ കുട്ടി അല്ലെങ്കിൽ മറ്റു കുട്ടികൾ. അതുപോലെ തന്നെ എൻ്റെ ഈ കാഴ്ച പരിമിതി അത് മുതലാക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവർ മൊബൈൽ ഫോൺ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെയാണ് എന്നൊക്കെ ഈ അധ്യാപകനായിട്ടുള്ള മണികണ്ഠൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. പിന്നീട് അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഈ കഴിഞ്ഞ ദിവസം 24 എന്ന് പറയുന്ന ന്യൂസ് ചാനൽ മണികണ്ഠനുമായി ചില ചർച്ചകളൊക്കെ നടത്തുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ഇന്നലെ മുതൽ ഈ വിഷയം മറ്റൊരു വഴിക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വിദ്യാർത്ഥിയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു. പിന്നീട് മാപ്പാക്കണം എന്ന് പറഞ്ഞ അധ്യാപകന്റെ ഈ ഒരു ക്ഷമാപണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. എന്തായാലും ഇവിടെ മാധ്യമങ്ങളിലൂടെ ഈ കുട്ടിയെ കാര്യമായ രീതിയിൽ തന്നെ അപമാനിച്ചു, മാനസികമായി തളർത്തി എന്ന ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് CPIMന്റെ ഒരു പോഷക സംഘടനയായിട്ടുള്ള PKS, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു നേതാവ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ അധ്യാപകനെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല, അയാൾ ഈ കുട്ടിയെ മാനസികമായി തളർത്തുകയാണ്, കുട്ടിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണ്, ഇയാൾ അത്ര നല്ല പുള്ളിയല്ല എന്ന രീതിയിലാണ് CPIM ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിൽ കയറി ഇടപെടേണ്ട, അത് കൂടുതൽ ചർച്ചയാക്കേണ്ട, അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വിഷയത്തെ നോക്കിക്കണ്ടത്. എന്തായാലും ഇന്നലെ PKSന്റെ ഇടപെടൽ കൂടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ അധ്യാപകന്റെ വീടുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശത്തുള്ള ആളുകളുമായി ഒന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. എന്തായാലും കഴിഞ്ഞ 1-2 ദിവസമായി അത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഇന്നെന്തായാലും അധ്യാപകന്റെ വീടിന് സമീപത്തുള്ള ഒരാളെ നേരിട്ട് കണ്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ചിലരുമായി ഫോണിലും ബന്ധപ്പെട്ടു. എന്തായാലും അറിയാൻ കഴിഞ്ഞ കാര്യം ഞെട്ടിക്കുന്നതാണ്. അക്കാര്യം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അധ്യാപകൻ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഞെട്ടിക്കുന്ന ഒരു വിവരം. ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഇങ്ങനെയാവുക? മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകണം, കുട്ടികൾക്ക് മാതൃകയാകണം, കുട്ടികളെ സംരക്ഷിക്കണം, കുട്ടികളുമായി ഒരു സ്നേഹത്തിൽ ഇടപഴകണം എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം സ്ഥിരമായി ആളുകളിൽ നിന്ന് പണം പിരിവിട്ട് വൈകുന്നേര സമയങ്ങളിൽ മദ്യം കണ്ടെത്തുന്നതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് ഇദ്ദേഹത്തെക്കുറിച്ച് സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിവരം. അതിൻ്റെതായിട്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ട് എന്ന് നാട്ടുകാരനായിട്ടുള്ള ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്ഥിരം വഴക്കാളി എന്ന ഒരു രീതിയിലേക്ക്, വ്യക്തിപരമായിട്ട് ഞാൻ ഒരാളെ ആക്ഷേപിക്കുകയല്ല, അതിന്റെ ഭാഗമായിട്ടല്ല, ഇത്തരം ആളുകൾ എങ്ങനെയാണ് ഈ അധ്യാപകരാകുന്നത്, സ്കൂളിൽ കയറിക്കൂടുന്നത്, എന്ത് വിശ്വസിച്ചാണ് ഇവർക്ക് അടുക്കലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതും ഒരു പരിധിവരെ ശരിയാണ്. ഇങ്ങനെ വയലന്റ് ആകുന്ന ആളുകൾക്ക് അടുക്കലേക്ക് എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞയക്കുന്നത്? മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞയക്കുന്നത്? അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, CPIM ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടപ്പോൾ തോന്നിയ ഒരു സംശയമാണ്. ആ വിഷയത്തിൽ കൂടെ ഒരു അന്വേഷണം നടത്താമെന്ന് വെച്ചു. എന്തായാലും അക്കാര്യത്തിലും ഏറെക്കുറെ കൃത്യമായ ഒരു വിവരം കിട്ടി എന്നുള്ളതാണ്. അധ്യാപകൻ ഒരു നല്ല RSSകാരനാണ് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ RSSും അല്ലെങ്കിൽ BJPയും ഒക്കെ അവരെ നിർദാക്ഷിണ്യം തള്ളി പറയാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഒരു അശ്ലീല പരാമർശം നടത്തിയപ്പോൾ അയാളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് RSS വളരെ കൃത്യമായി പറഞ്ഞു. എന്നാൽ അതിനു മുമ്പ് വരെ ഇയാൾ RSS സൈദ്ധാന്തികൻ എന്ന രീതിയിലാണ് പല ഇടപെടലുകളും നടത്തിയിരുന്നത്. ആ സമയത്തൊക്കെ അയാള് നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞ് ഇയാളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അവസാന നിമിഷം തള്ളി പറയുക, അതല്ലാതെ മറ്റു വഴികളില്ല. ആ ഒരവസ്ഥയിൽ എത്തുമ്പോഴാണ് അത്തരത്തിലുള്ള ചില നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ RSSും BJPയും എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇയാൾ BJPയും അതുപോലെ തന്നെ RSSും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട്
പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഇയാൾക്കുണ്ട്, കുറവുകൾ ഇയാൾക്കുണ്ട്. എന്തായാലും അത് മനുഷ്യ സഹജമാണ്. ചില ആളുകൾക്ക് ചില കുറവുകളൊക്കെ ഉണ്ടാകും, എനിക്കും ഉണ്ടാകും, നിങ്ങൾക്കും ഉണ്ടാകും. ആളുകൾ എല്ലാവരും പൂർണ്ണരായിട്ടുള്ള ആളുകളൊന്നുമല്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തുള്ള ആളുകൾ പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഉന്നയിച്ചോ ഇയാൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഒന്നുകിൽ മദ്യത്തിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മദ്യപിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില സംശയങ്ങളുടെ പുറത്തായിരിക്കാം. പൊതുവെ ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ള ഒരു വിവരം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഈ കുട്ടിയെ മാനസികമായി തളർത്തുന്നു, പോലീസ് കേസെടുത്തിട്ടും അന്വേഷണം നടക്കുമ്പോഴും ഇയാൾ ചെയ്തത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ചില ഇടപെടലുകൾ ഇവിടെ മണികണ്ഠൻ എന്ന് പറയുന്ന അധ്യാപകൻ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. പലരും അത് തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ചില വീഡിയോകളും അതുപോലെ തന്നെ ചില പോസ്റ്ററുകളും ഒക്കെ പ്രചരിപ്പിക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളാണ് എന്ന ഒരു വിവരം കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ശശികല എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ഇയാളെ അംഗീകരിച്ചോ എന്ന് ചോദിച്ചാൽ അംഗീകരിച്ചില്ല, ന്യായീകരിച്ചോ എന്ന് ചോദിച്ചാൽ ന്യായീകരിച്ചു. ആ രീതിയിൽ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം FB-യിൽ കുറിച്ചിരുന്നു. എന്തായാലും ആ കുറിപ്പുമായി ബന്ധപ്പെട്ട് ഒരു സംശയം തോന്നിയപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചത്. എന്തായാലും എൻ്റെ വീടും ഇദ്ദേഹത്തിന്റെ വീടുമൊക്കെ ഒരു 10-20 കിലോമീറ്റർ പരമാവധി ആ ഒരു ദൂരപരിധിക്കുള്ളിൽ വരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. എന്തായാലും അതുകൊണ്ട് തന്നെ അവിടെയും ആളുകളുണ്ട്, പരിചയമുള്ള ആളുകളുണ്ട്. ആ വഴിക്കൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ഈ കുട്ടിയെ മാനസികമായി തളർത്തുന്നു, കുട്ടിക്കെതിരെ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. അത്തരത്തിൽ വീഡിയോകൾ പ്രചരിപ്പിച്ച് ആ കുട്ടിയെ മാനസികമായി തളർത്തുന്നത് ആരാണെങ്കിലും ശരി, അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റ് സംവിധാനങ്ങളും ഒക്കെ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.